ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വേർപാടുകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ എന്നിവയിൽ കൂടി കടന്നു പോകുമ്പോൾ സാധാരണ മനുഷ്യർ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വൈ ഡിഡ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? 2, വൈ ഡിഡിൻ ദാറ്റ് ഹാപ്പൻ? എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല? ദുഃഖാർദ്രമായ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടി എന്ന് വരികയില്ല. ഉത്തരങ്ങൾ ലഭിക്കാത്ത ചോദ്യങ്ങളുമായി മനുഷ്യർ ജീവിതം തള്ളി നീക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുണ്ട സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ സേവിച്ചു പോരുന്ന ദൈവത്തിലും അവിടുന്ന് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിലും അവർ വിശ്വസിക്കുന്നു. തന്നിമിത്തം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴപ്പെടുന്നു. വോറൻ വിസ്ബി എന്ന ബൈബിൾ അധ്യാപകൻ തൻ്റെ സ്നേഹിതൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ സ്നേഹിതന് താൻ ഒരു കത്തെഴുതി. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ: ആസ് ഗോഡ്സ് ചിൽഡ്രൻ വി ലീവ് ഓൺ പ്രോമിസസ്, നോട്ട് ഓൺ എക്സ്പ്ലനേഷൻസ്. വെൻ വി അറൈവ് ഇൻ ഹെവൻ we will hear the explanations, accept them, and we will say, may God be glorified. ദൈവത്തിൻ്റെ മക്കളായ നാം വാഗ്ദാനങ്ങളിലാണ് ജീവിക്കുന്നത്, വിശദീകരണങ്ങളിലല്ല. സ്വർഗത്തിലെത്തുമ്പോൾ നാം വിശദീകരണങ്ങൾ കേൾക്കും, അവ സ്വീകരിക്കുക. ദൈവം മഹത്വപ്പെടട്ടെ എന്ന് നാം അപ്പോൾ പറയും. ഉത്തരങ്ങൾ കിട്ടാത്ത അനവധിയായ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു ദിവസം മറുപടി ലഭിക്കും. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. എല്ലാറ്റിൻ്റെയും വിശദീകരണങ്ങൾ കേട്ടനന്തരമല്ല ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. പകരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത്. പലതിൻ്റെയും ഉത്തരങ്ങൾ ഇന്ന് നാം പൂർണ്ണമായി അറിഞ്ഞില്ല എന്നും അംശമായി അറിഞ്ഞെന്നും വരാം. എന്നാൽ എല്ലാറ്റിൻ്റെയും വിശദീകരണം ഒരു നാൾ കർത്താവ് നമുക്ക് നൽകും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കതായ വിശദീകരണമായിരിക്കും അന്ന് നമുക്ക് ലഭിക്കുക. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം: കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുമല്ല നാം ജീവിക്കുന്നത്. നമ്മെ മുൻപോട്ട് നയിക്കുന്ന ശക്തി എന്നത് ദൈവത്തിൻ്റെ വചനങ്ങളും അവിടുന്ന് തന്ന വാഗ്ദത്തങ്ങളുമാണ്. വിശ്വാസത്താൽ നാം അവ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. ഒടുവിൽ നാം ഇങ്ങനെ പറയുവാൻ ഇടവരും: എവരിത്തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ വാസ് ഗുഡ് ഫോർ മീ. എനിക്ക് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.